തൃശൂർ ചാലക്കുടിയിലെ ഷീല സണ്ണി എന്ന ബ്യൂട്ടി പാർലർ ഉടമയെ വ്യാജ ലഹരി കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവം സമീപകാലത്ത് ഏറെ ചർച്ചയായതാണ്. 2023 ഫെബ്രുവരിയിലാണ് വ്യാജ LSD സ്റ്റാമ്പുകളുമായി ഷീല സണ്ണിയെ എക്സൈസ് പിടികൂടുന്നത്. പിന്നീട് 72 ദിവസത്തെ ജയിൽവാസം. തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിൽ ആ വീട്ടമ്മയുടെ നിരപരാധിത്വം തെളിഞ്ഞു. എന്നാൽ ആരാണ് അവരെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന ചോദ്യം ബാക്കിയായിരുന്നു. ഒടുവിൽ ആ വ്യാജ സന്ദേശം നൽകിയ ആളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസാണ് വിവരം നൽകിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. വിദേശ നമ്പറിൽ നിന്നാണ് എക്സൈസിന് ഫോൺ വന്നത് എന്നതിനാൽ വിവരം നൽകിയ ആളെ കണ്ടെത്തുന്നത് ശ്രമകരമായിരുന്നു. നാരായണദാസിന് ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് വിവരം. ഇയാളെ ഷീല സണ്ണിക്ക് നേരത്തെ പരിചയമില്ല. ഷീലയുടെ മകന്റെ ഭാര്യയുടെ അനുജത്തിയുടെ സുഹൃത്താണ് നാരായണദാസ് എന്നാണ് വിവരം. ഈ യുവതിയും ബംഗളൂരുവിലാണ് താമസം. കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ സംശയനിലയിലായിരുന്ന ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നാരായണദാസിലേക്ക് എത്തിക്കുന്നത്. യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ ഇവരുടെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവ് ഉണ്ടായത്. യുവതിയുമായി അടുത്ത സൗഹൃദമാണ് പ്രതി ചേർക്കപ്പെട്ട നാരായണദാസിന് ഉള്ളതെന്നാണ് സൂചന. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ചാണ് ഇയാൾ വിവരം കൈമാറിയത്. 2023 ഫെബ്രുവരി 27-നാണ് ഷീല സണ്ണിയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. 72 ദിവസം ഇവർ ജയിലിൽ കഴിഞ്ഞു. LSD സ്റ്റാമ്പുകൾ എന്ന പേരിൽ പിടിച്ചെടുത്തത് ലഹരി വസ്തുവല്ലെന്ന് തെളിഞ്ഞതോടെയാണ് മോചനത്തിന് വഴി തെളിയുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് നാരായണദാസ് ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല. അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകും. സംഭവം നടന്ന് 1 വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്.